സന്തോഷാണെങ്കിൽ ഭയങ്കര ലാലേട്ടന്റെ ഫാനൊക്കെയാണ്. അപ്പൊ ഭയങ്കര ഇതൊക്കെ അപ്പൊ ഞാനും ഭയങ്കര ഹാപ്പിയായി. ഒരാളുടെ ഫാൻ എന്നൊക്കെ പറഞ്ഞ സിനിമയോട് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഫാൻ ആവാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് അന്ന് മണിരത്നം സാറിന്റെ ഏതൊരു സിനിമ റിലീസായ സമയം എനിക്ക് സിനിമ റിലീസായ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഒക്കെ തന്നെ കാണണം. അപ്പൊ ഞാൻ പത്രം എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഷോയ്ക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് വീക്ക് ആവട്ടെ. അപ്പം നമ്മളും ഭയങ്കര പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന ഭാര്യയാണല്ലോ. ഓ ശരിയായിട്ട് അടുത്ത ശനിയാഴ്ച എപ്പോഴും ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് ഇന്ന് സിനിമയ്ക്ക് ഓ വേണ്ട നെക്സ്റ്റ് വീക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരാഴ്ചയായി 2 ആഴ്ചയായി. ഞാൻ പറഞ്ഞത് എന്താ ഏട്ടാ നമുക്ക് പോയാൽ എന്താ കുഴപ്പം, ഇതിപ്പോ 2 ആഴ്ച ആയില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവര് നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് 3ാമത്തെ ആഴ്ച ഇനി സിനിമ മാറും. 3ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്ക് കൺട്രോൾ പോയി. ഞാൻ പറഞ്ഞു സത്യം പറയണം സന്തോഷേട്ടൻ അവസാനമായിട്ട് കണ്ട സിനിമ ഏതാ? കിലുക്കം. കൂടി ഞാൻ തകർന്നു. മോഹൻലാലിന്റെ പാരൊക്കെ എത്ര നാള് സംസാരിച്ചിട്ട് കല്യാണം കഴിച്ചേ? ഞങ്ങള് കല്യാണം ഇടയിൽ സംസാരിച്ചു. കണ്ടപ്പോ തന്നെ രാജീവ് ഗാന്ധി അപ്പൊ തന്നെ കല്യാണം